നമസ്കാരം. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ സ്ഥിര നിക്ഷേപം നടത്തിയിട്ടുണ്ടോ നിങ്ങൾ? 2025 ജനുവരി 1 മുതൽ പണം പിൻവലിക്കുന്നതിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. NBFC-കളിലെ നിക്ഷേപങ്ങൾക്ക് മാത്രമല്ല, ഹൗസിംഗ് ഫിനാൻസ് കോർപ്പറേഷനുകളിൽ നിന്നുള്ള സ്ഥിര നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതിലും RBI മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ ഇനി സ്ഥിര നിക്ഷേപം മുൻകൂറായി പിൻവലിക്കാൻ സാധിക്കും. അതുപോലെ കുറഞ്ഞ കാലയളവിലെ നിക്ഷേപത്തിനുള്ള സാധ്യതകൾ, നോമിനേഷൻ പ്രക്രിയ തുടങ്ങിയവയിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. 2024 ഓഗസ്റ്റ് 12-ലാണ് ഇത് സംബന്ധിച്ച സർക്കുലർ RBI പുറത്തിറക്കിയത്. ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾക്കും NBFC-കൾക്കും നിയന്ത്രണങ്ങൾ ബാധകമാണ്. NBFC-കൾക്ക് ബാധകമായ ചില നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതിന്റെ ഭാഗമായാണ് RBI-യുടെ ഇടപെടൽ. ചില അടിയന്തര ഘട്ടങ്ങളിൽ നിക്ഷേപം പിൻവലിക്കാൻ RBI NBFC-കളെ അനുവദിച്ചിട്ടുണ്ട്. ഡിപ്പോസിറ്റ് തീയതി മുതൽ 3 മാസത്തിനുള്ളിൽ നിക്ഷേപിച്ച തുക പിൻവലിക്കാനാവുന്നതാണ്. പലിശ ലഭിക്കില്ല. മറ്റ് വ്യക്തിഗത നിക്ഷേപങ്ങൾക്ക് നിക്ഷേപത്തിന്റെ മുതലിന്റെ 50% വരെ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ വരെ പിൻവലിക്കാം. എന്താണോ കുറവ് ആ തുകയായിരിക്കും പിൻവലിക്കാൻ ആകുക. ഇത്തരം നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന തീയതി മുതൽ 3 മാസം പൂർത്തിയാകും മുൻപ് തന്നെ പണം പിൻവലിക്കാനാകുന്നതാണ്. നിലവിലെ നിബന്ധനകൾ പൊതു നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നിബന്ധനകളോടെ കരാർ അനുസരിച്ചായിരിക്കും നിക്ഷേപം പിൻവലിക്കാൻ സാധിക്കുക. കാലാവധി അനുസരിച്ച പലിശയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പറഞ്ഞു തരാം. ഗുരുതര രോഗമുള്ള സാഹചര്യത്തിൽ നിക്ഷേപം സ്വീകരിച്ച തീയതി മുതൽ 3 മാസത്തിന് മുൻപ് മുഴുവൻ തുകയും പിൻവലിക്കാം. പലിശ ഇല്ലാതെയാകും നിക്ഷേപിച്ച തുക പിൻവലിക്കാൻ സാധിക്കുക. ഇതിന് പ്രത്യേക അപേക്ഷയും നൽകാം. ഇനി രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്, പ്രകൃതി ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾക്കായുള്ള പ്രത്യേക അല്ലെങ്കിൽ അടിയന്തര ചെലവുകൾക്കും സ്ഥിര നിക്ഷേപം പിൻവലിക്കാനാകും. സാധാരണയായി സ്ഥിര നിക്ഷേപം 3 മാസം പൂർത്തിയാകുന്നതിന് മുൻപ് പിൻവലിക്കാൻ കഴിയാത്ത കറന്റ് ഡെപ്പോസിറ്റ് നിബന്ധനകളോടെ ഇനി പിൻവലിക്കാൻ സാധിക്കുന്നതാണ്. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ NBFC-കൾ നിക്ഷേപത്തിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് 2 മാസം മുൻപെങ്കിലും വിശദാംശങ്ങൾ നിക്ഷേപകനെ അറിയിക്കണം എന്നാണ്. എന്നാൽ RBI-യുടെ പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഈ സമയപരിധി 2 മാസത്തിൽ നിന്ന് 14 ദിവസമായി ചുരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ മാറ്റങ്ങളാണ് കഴിഞ്ഞ ദിവസം മുതൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.